ബാംഗ്ലൂരിലെ ബേക്കറി വ്യാപാരിയെ ഏച്ചൂരിൽ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം കവർന്ന കേസിൽ പ്രതികളെത്തിയ കാറിനെക്കുറിച്ച് സൂചന ലഭിച്ചു. താഴെച്ചുവയിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യത്തിലാണ് പ്രതികളെത്തിയ കാറിന്റെ ദൃശ്യം ലഭിച്ചത്. പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കവർച്ചക്കിരയായ റഫീഖിന്റെ പക്കൽ പണമുണ്ടെന്ന് അറിയുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ബേക്കറി വ്യാപാരി PP റഫീഖിനെ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രതികൾ എത്തിയതെന്ന് സംശയിക്കുന്ന I-20 കാറിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. താഴെ ചൊവ്വ ഭാഗത്തുനിന്നാണ് കാർ തിരിച്ചറിയാൻ പറ്റുന്ന വിധമുള്ള CCTV ദൃശ്യം പോലീസിന് ലഭിച്ചത്. കണ്ണൂർ ACP TK രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ ചക്രക്കൽ ഇൻസ്പെക്ടർ MP ആസാദാണ് കേസ് അന്വേഷിക്കുന്നത്. കാർ തിരിച്ചറിഞ്ഞാൽ പ്രതികളിലേക്ക് എത്താൻ എളുപ്പമാണ്. വ്യാജ നമ്പർ പ്ലേറ്റാണ് പ്രതികൾ ഉപയോഗിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ് കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റഫീഖ് 2 ദിവസത്തിന് ശേഷം ആശുപത്രി വിട്ടു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. റഫീഖിന്റെ കയ്യിൽ പണമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അക്രമി സംഘം കാറിൽ പിന്തുടർന്നതെന്ന് വ്യക്തം. ഈ കാർ എവിടെ നിന്ന് എത്തി, ആരെങ്കിലും ഇവർക്ക് ബസിന്റെ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.